വേണ്ടി പേട്രണേജ് തിരുന്നേലുണ്ടാവട്ടെ എന്ന് ഞാൻ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ചാക്യ പിതാവ് യൂണിവേഴ്സ് എന്ന് നമുക്ക് തരുന്ന സന്ദർഭത്തിൽ ഞങ്ങൾ അദ്ദേഹത്തെ പ്രത്യേകം പോയി കണ്ടു. തിരുവേണ്ടി ഇത് നമുക്ക് വേണ്ടി സാങ്ഷൻ ചെയ്തു. അതിന് വേണ്ടതായിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളിലും വേണ്ടതായിട്ടുള്ള ഒത്താശകൾ തിരുവേണ്ടി പിതാവ് ചെയ്യും എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. കൂടുതൽ പരിപാടികൾ നമുക്ക് ഒന്നിച്ച് നടത്തണം. അങ്ങനെ കുഞ്ഞുങ്ങൾ കൂടുതൽ അനുഗ്രഹിക്കപ്പെടുന്നുണ്ട്. അവർ കൂടുതൽ അവരുടെ മെന്റൽ, അവരുടെ ഫിസിക്കൽ, അവരുടെ സ്പിരിച്വൽ ഇങ്ങനെയുള്ള ഡെവലപ്മെന്റ്സ് ഉണ്ടാകുന്നതിന് അവർക്കിടയാകട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. കൂടുതൽ പരിപാടികൾ നമുക്കിടയാക്കുന്നതിന് എല്ലാ കൃപയും ടെലിവിഷൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്യം ചുരുക്കുന്നു. നന്ദി. PC ചാക്കോ അവരുടെ ഏറ്റ സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുന്നു. ഓൾ കേരള സ്പെഷ്യൽ സ്കൂൾ അസോസിയേഷൻ്റെ ചെയർമാൻ ശ്രീ ജെ ഉമ്മൻ ഇന്ന് ഈ കലോത്സവത്തിൻ്റെ സമാപന സമ്മേളനം അനുഗ്രഹിക്കാൻ എത്തിച്ചേർന്ന അഭിവന്ദനായ മാർ തോമസ് ചക്യാത്ത് പിതാവേ, നമുക്ക് ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള കമഡോർ അജയകുമാർ, ഈ സ്പെഷ്യൽ സ്കൂൾ അസോസിയേഷന്റെ സംസ്ഥാന ഭാരവാഹികളായ പ്രിയപ്പെട്ടവരെ, ഈ കലോത്സവത്തിൽ പങ്കെടുക്കുകയും ഈ കലോത്സവം നമ്മുടെ അവിസ്മരണീയമായ ഒരു കൂട്ടായ്മയായി മാറ്റുകയും ചെയ്ത കേരളത്തിലെ സ്പെഷ്യൽ സ്കൂളുകളിലെ പ്രതിനിധികളായ അധ്യാപകരെ, വിദ്യാർത്ഥിനികളെ, രക്ഷകർത്താക്കളെ, മറ്റ് പ്രിയപ്പെട്ടവരെ, ഇന്ന് ഓൾ കേരള സ്പെഷ്യൽ സ്കൂൾ അസോസിയേഷന്റെ സംസ്ഥാന കലോത്സവം ഇവിടെ നടക്കുമ്പോൾ ഈ കലോത്സവത്തെക്കുറിച്ച് ഒന്നിച്ചു കൂടേണ്ടി വന്ന മറ്റൊരു സന്ദർഭത്തിൽ ശ്രീ ഉമ്മൻ അറിയിച്ചതനുസരിച്ച് മുൻപേ മനസ്സിൽ കുറിച്ചിട്ടൊരു ദിവസമാണ്. അതിനൊരു പ്രത്യേക കാരണം. ആ കാരണം ഈ സ്പെഷ്യൽ സ്കൂൾ അസോസിയേഷൻ നടത്തുന്ന ഏറ്റവും അഭിനന്ദനാർഹമായ ഒരു വലിയ സംരംഭം, ഒരു സേവനം, അത് തികച്ചും വോളണ്ടറിയാണ്. ആരുടെയും നിർബന്ധം കൊണ്ടല്ല. സ്പെഷ്യൽ സ്കൂളുകളെ സംഘടിപ്പിക്കുകയും അവരുടെ ആവശ്യങ്ങളെ ഒന്നിച്ചെന്ന് ചർച്ച ചെയ്യുകയും അത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ഒക്കെ ചെയ്തുകൊണ്ട് ഒരുപാട് പരാധീനതകളുടെയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെയും നടുവിലും ഈ സ്പെഷ്യൽ സ്കൂളുകൾക്ക് ഒരു ദിശാബോധം നൽകുന്ന ഒരു സംഘടനയാണ് സ്പെഷ്യൽ സ്കൂൾസ് അസോസിയേഷൻ. അവര് സംഘടിപ്പിക്കുന്ന ഒരു പരിപാടി എന്ന നിലയിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ, ഒപ്പം തന്നെ ഈ സംഘടനയ്ക്കും സ്കൂളുകൾക്കും ചെയ്യാൻ കഴിയുന്ന ചെറിയ ഞങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യണമെന്നുള്ള നിർബന്ധത്തിൽ കൂടിയാണ് പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ചത്. അതിലെനിക്കേറെ സന്തോഷമുണ്ട്. മറ്റെല്ലാ പരിപാടികളും അതിനേക്കാൾ താരതമ്യേന പ്രധാനമാണെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് സ്പെഷ്യൽ സ്കൂളുകളിൽ പഠിക്കുന്ന മൊത്തം കുട്ടികളുടെ എണ്ണം, ഇവിടെ നേരത്തെ ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ 200-ലധികം വരുന്ന സ്പെഷ്യൽ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളുടെ എണ്ണത്തിന്റെ എത്രയോ ഇരട്ടിയാണ് ബൗദ്ധികമായ പ്രശ്നങ്ങളുള്ള കുട്ടികൾ നമ്മുടെ സംസ്ഥാനത്ത് എന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ അവരെ പരിലാളിക്കാൻ, അവരെ സ്പെഷ്യൽ സ്കൂളുകളുടെ സംരക്ഷണം അവർക്ക് കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നത് ഗവൺമെന്റിന്റെയും സമൂഹത്തിന്റെയും ഒരു വലിയ പോരായ്മയാണ്. മാതാപിതാക്കളിൽ പലരും ഇങ്ങനെ ബൗദ്ധികമായ പ്രശ്നങ്ങളുള്ള കുഞ്ഞുങ്ങളെ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മാനസികമായ വൈകല്യങ്ങളുള്ള കുട്ടികളെ ഒക്കെ അവരെ പൊതുജന ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാതെ അത് രഹസ്യമായി സൂക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവം നമ്മുടെ സമൂഹത്തിനുണ്ട്. അവരാരും തെറ്റ് ചെയ്തവരല്ല, പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ കണ്ടറിയാനും മനസ്സിലാക്കാനുമുള്ള ഒരു മനസാക്ഷി സമൂഹത്തിന് ഉണ്ടാകണം എന്നതാണ് ഈ അസോസിയേഷന്റെ പ്രവർത്തനങ്ങളെ ഏറ്റവും വലിയ അഭിനന്ദനത്തോടു കൂടി ഞാൻ കാണുന്നത്. ആ വിഷയം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. ഇവിടെ ഈ വേദിയിലുള്ള പല സ്കൂളുകളുടെ പ്രതിനിധികളും പലപ്പോഴും ദീർഘദൂരം യാത്ര ചെയ്ത് ഡൽഹിയിൽ വരികയും അതിനുവേണ്ടി നിവേദനങ്ങളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ എല്ലാവരോടുമായി പലപ്പോഴും പറയുന്നു, ഇപ്പോഴും പറയുന്നു, നിങ്ങൾ ആരും ഇതിനു വേണ്ടി ഇനിയും ഡൽഹി വരെ യാത്ര ചെയ്യേണ്ടി വരില്ല. ഇതെല്ലാം ഒരു ഫോൺ കോൾ ദൂരത്തിരുന്നുകൊണ്ട് ഇത് ചെയ്യാൻ കഴിയുന്ന ഒരു ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ വളരെ വളരെ സംഘർഷത്തിലാണ് പല മാനേജ്മെന്റുകളും എന്ന് എനിക്കറിയാം. കാരണം കേരളത്തിന്റെ ഫൈനലിനടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ്.
ഇനി മറ്റുള്ളതൊക്കെ കൊടുത്തിട്ട് ഈ വർഷം കിട്ടാൻ പോകുന്നില്ല എന്നൊക്കെയാണ് പല ആളുകളും നമുക്ക് ലഭിച്ചിട്ടുള്ള വാർത്ത. ശരിയാകാൻ തെറ്റാകാം, പക്ഷെ എന്തായിരുന്നാലും ശരി, അതൊക്കെ മറികടക്കാനുള്ള വഴി നമ്മൾ കണ്ടെത്തിയേ മതിയാവും. അത്രയും ഉത്തരവാദിത്വം, അത്രയും ചുമതല ഈ സമൂഹത്തിന്, ഭരണകൂടങ്ങൾക്ക് ഈ സ്പെഷ്യൽ സ്കൂളുകളോടും അവിടുത്തെ വിദ്യാർത്ഥികളോടും അവിടുത്തെ അധ്യാപകരോടും അതിൻ്റെ മാനേജ്മെൻറ്റിനോടും ഉണ്ട് എന്ന കാര്യം ഞാനിവിടെ അനുസ്മരിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ ഏറ്റവും സങ്കീർണം, ഏറ്റവും പ്രയാസമേറിയ ഒരു ദൗത്യം നിർവഹിക്കുന്ന ആളുകളുടെ ചുമതലയിൽ കഴിഞ്ഞ 2 ദിവസമായി ഇവിടെ നടന്ന ഈ കലോത്സവം നമ്മളൊരു പക്ഷേ അവിശ്വസനീയമായി തോന്നിയേക്കാം. മറ്റു സ്കൂളുകൾ കലോത്സവം നടത്തുമ്പോൾ സ്പെഷ്യൽ സ്കൂളുകൾക്ക് കലോത്സവം, നമുക്കറിയാം കലോത്സവങ്ങളുടെ വാർത്തകളാണ് നമ്മളെല്ലാ എപ്പോഴും വായിക്കാറുള്ളത്. സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്ത കുട്ടികൾ എത്ര ആഹ്ലാദ ചിത്തരായിട്ടാണ് പരിപാടികൾ നടത്തിയത്, സമ്മാനം മേടിച്ചുകൊണ്ട് മടങ്ങുന്നതൊക്കെ നിങ്ങളിപ്പോൾ കാണുകയുണ്ടായി. അതുകൊണ്ട് അവരുടെ ന്യൂനതകളും അവരുടെ പ്രയാസങ്ങളും ഒന്നും അറിയിക്കാതെ അവർ സമൂഹത്തിന്റെ ഭാഗമാണെന്നുള്ള ബോധം അവരിൽ ഉണർത്താൻ കഴിയുന്ന രൂപത്തിലുള്ള ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാ ആശംസകളും ഭാഗങ്ങളും ഞാൻ നേരുന്നു. നിങ്ങൾ ഒരാളെ പോലെ ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളോടും ഒപ്പം ഉണ്ടാകുമെന്നും നിങ്ങൾ ഇന്ന് നേരിടുന്ന ഈ പ്രശ്നങ്ങൾക്ക് എത്രയും വേഗം പരിഹാരമുണ്ടാക്കാൻ പരിശ്രമിക്കും എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും അനുമതിയോടുകൂടെ വിശേഷിച്ച് അഭിവന്യ ചക്യാത്ത് പിതാവിൻ്റെ അനുഗ്രഹത്തോടുകൂടെ ഞാൻ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. നിങ്ങളെല്ലാവരും ജയറാമിനെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ്. അദ്ദേഹം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ജയറാമിനെ കാണാതെ പോകില്ല എന്ന് പറയുന്ന ശാഠ്യം പിടിക്കുന്ന കുട്ടികളുണ്ടാകും. എങ്കിലൂടെ ദീർഘമായിട്ട് പ്രസംഗിക്കേണ്ട ഒരവസരമല്ല. എനിക്ക് 1-2 കാര്യങ്ങൾ പറയാനുള്ളത്. ഞാൻ ശ്രീ പി.സി. ചാക്കോ നിങ്ങളെ സംബന്ധിച്ച് ഇത്രയേറെ താല്പര്യം കാണിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ വലിയ സന്തോഷം തോന്നി. ബുദ്ധിപരമായ പരിമിതികളുള്ള കുട്ടികളെ സംബന്ധിച്ച് താല്പര്യം കാണിക്കുന്ന, അവർക്ക് വേണ്ടി ജീവിക്കുന്ന കുറേയേറെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും ടീച്ചേഴ്സിനെയും എൻ്റെ മുമ്പിൽ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് യേശുക്രിസ്തു പറഞ്ഞ ഒരു കഥയാണ്. കുട്ടികൾ കേട്ട് കാണും ആ കഥ. സമ്രായ എന്ന് പറയുന്ന ഒരു പ്രദേശം ഉണ്ടായിരുന്നു. കേരളം എന്നപോലെ, കേരളത്തുകാരൻ എന്ന് പറയുന്ന പോലെ സമ്രായക്കാരനായ ഒരു മനുഷ്യനെ പറ്റിയുള്ള കഥയാണത്. നിങ്ങളത് കേട്ട് കാണാൻ കഥ. ഒരു കവർച്ചക്കാരുടെ പിടിയിൽപ്പെട്ട് അവശത അനുഭവിച്ച വഴിയരികിൽ തള്ളിയിടപ്പെട്ട ഒരു മനുഷ്യനെ സമ്രായിൽ നിന്ന് വന്ന ഒരു മനുഷ്യൻ സഹായിക്കുന്നതിനെ പറ്റിയുള്ള ഒരു വിശദീകരണമാണ്. അയാൾ അവശനായിട്ട് വഴിയിൽ കിടക്കുന്നു. ഒരു പുരോഹിതൻ അതിൽ വന്നു, നോക്കാതെ കടന്നുപോയി. ലേവായും വന്നു, അദ്ദേഹം കടന്നുപോയി. അവസാനം സമ്രായിൽ നിന്നുള്ളൊരു മനുഷ്യൻ വന്നപ്പോഴേ അനുകമ്പ തോന്നി ആ മനുഷ്യനെ കൊണ്ടുപോയി സത്രത്തിൽ ആക്കി എല്ലാ പരിചരണവും കൊടുത്തു എന്ന് യേശു പറയുന്നുണ്ട്. എന്നിട്ട് ആ മനുഷ്യനെ പറ്റി പറയുന്ന കാര്യം നല്ല സമ്രായക്കാരനാണ്. നല്ല സമ്രായക്കാരൻ, അദ്ദേഹത്തിന്റെ പേരൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ നല്ല സമ്രായക്കാരുടെ ഒരു വേദിയാണ് ഇവിടെ. ഞാൻ നല്ല മനുഷ്യരുടെ കൂടെ കുറച്ചു നേരമെങ്കിലും സമയം ചെലവഴിക്കാൻ കിട്ടുന്നത് അനുഗ്രഹപ്രദമാണ്. ഞാൻ കേൾപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും നേരിടുന്ന അനുഗ്രഹം സമർത്ഥമായിട്ട് നേരുന്നു. നിങ്ങളുടെ വാർത്തകളൊക്കെ പത്രങ്ങളിൽ വരാറുണ്ട്. ഇന്നുണ്ട് ജീവിയിലും മനോരമയിലൊക്കെ നിങ്ങളുടെ കുട്ടികളുടെ കലാപരിപാടികളുടെ ഫോട്ടോ ഒക്കെ മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. മാധ്യമങ്ങൾ കൂടുതൽ ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട സമയമായി എന്നെനിക്ക് തോന്നുന്നു. അവശത അനുഭവിക്കുന്നവർക്ക് എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള പരിഗണനയും നമ്മുടെ സമൂഹം കൊടുക്കണം. അത് കൊടുക്കാൻ ഇടവരട്ടെ. വേദിയിലുള്ള എല്ലാ ഭാരവാഹികളെയും പ്രത്യേകമായിട്ട് ഞാൻ അനുമോദിക്കുന്നു. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാകും. നിങ്ങൾ വസ്തു ചെയ്യുന്ന സേവനം ഞങ്ങൾ എല്ലാവരും ചെയ്യേണ്ട സേവനങ്ങളാണ്. അത് നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നു. അതിൻ്റെ സഭയുടെ പേരിൽ, സമൂഹത്തിൻ്റെ പേരിൽ, എല്ലാവരുടെയും പേരിൽ നിങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള അനുമോദനവും നന്ദിയും പറയും. ഇവിടെയുള്ള താഴെയുള്ള നിങ്ങൾക്കും ദൈവാനുഗ്രഹം നടന്നുകൊണ്ട് എൻ്റെ വാക്ക് ഞാൻ ആശംസകൾ അറിയിക്കുവാനും ഏറ്റവും പ്രിയനായ കമഡോർ അജയ്കുമാറിനെ ഏറ്റവും സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കപ്പെട്ട ശ്രീമാൻ MP PC ചാക്കോ, മറ്റ് അതിഥികൾ,
ഈ സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരും എൻ്റെ സ്പെഷ്യൽ ഫ്രണ്ട്സ്, ഈ സദസ്സിലും നേവിക്ക് എന്താണ് കാര്യം എന്നായിരിക്കും വിചാരിക്കുന്നത്. നേവി യുദ്ധം ചെയ്യാനുള്ളവരല്ലേ? പക്ഷേ നേവിയും സ്പെഷ്യൽ സ്കൂൾ നടത്തുന്നു എന്നുള്ളത് പലർക്കും അറിയത്തില്ല. ഇവിടെ കൊച്ചിയിലും ഞങ്ങൾ സ്പെഷ്യൽ സ്കൂൾ നടത്തുന്നുണ്ട്. ഇങ്ങനെ ഒരു അസോസിയേഷൻ ഉണ്ടെന്ന് ശരിക്കും പറഞ്ഞാൽ ഇപ്പം മിസ്റ്റർ ഉമ്മൻ എന്നെ ഒന്ന് കണ്ടപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. അല്ലെങ്കിൽ ഞങ്ങൾ സ്വന്തമായിട്ട് അത് നടത്തി അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു അസോസിയേഷൻ്റെ ഭാഗമാകാനും അതിനുള്ള രജിസ്റ്റർ ചെയ്യാനും അന്നേരം ആ ഒരു ജോയിൻറ്റ് ലാർജർ ഓർഗനൈസേഷനായി മാറുമ്പോൾ അതിൻ്റേതായിട്ടുള്ള റെക്കഗ്നിഷൻ കിട്ടുകയും ചെയ്യും. വൺസ് അഗെയിൻ ഇവിടെ ഇത് ഓർഗനൈസ് ചെയ്ത എല്ലാവർക്കും എൻ്റെ വളരെ വളരെ അഭിനന്ദനങ്ങൾ. താങ്ക് യു. വിതരണമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ബഹുമാനപ്പെട്ട സ്കൂളിൻ്റെ അധികാരികൾ, അവാർഡുകൾ നേടിയവരും സ്റ്റേജിലുണ്ട്. ഈ അവാർഡ് വിതരണം ചെയ്യുന്നത് നമ്മുടെ ആരാധനായ MP ബഹുമാനപ്പെട്ട PC ചാക്കോ അവറുകളാണ്. അവാർഡ് വിതരണത്തിനായിട്ട് ഏറ്റവും സ്നേഹത്തോടെ അദ്ദേഹത്തെ ഒരു പ്രസ്ഥാനമായി മാറിയിരിക്കുന്നു. ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷനിൽ നിന്ന് തുടക്കം കുറിച്ച ഇത് കേരളത്തിലെ വളരെ അറിയപ്പെടുന്ന ഒരു സ്കൂളായി വർഷമായി വികാസ് സ്കൂളിൽ സേവനമനുഷ്ഠിച്ചു വരുന്നു. YMCA സ്കൂളിന് വളരെ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്ന ടീച്ചർ 1991 മുതൽ തുടർച്ചയായി 3 പ്രാവശ്യം നാഷണൽ ഒളിമ്പിക്സ് സ്പെഷ്യൽ സ്കൂളിനെ പ്രതിനിധീകരിച്ച് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഡിപ്ലോമയും കരസ്ഥമാക്കി ട്രെയിനിങ് സെന്ററിലൂടെ ക്ലാസ് എടുക്കുന്ന അദ്ദേഹത്തിന് സോഷ്യോളജിയും സ്കൂൾ ഫോർ ചിൽഡ്രൻ സ്പെഷ്യൽ നീഡ്സിന്റെ ഡയറക്ടറായി പ്രവർത്തിച്ചു വരുന്നു. അദ്ദേഹം വർഷങ്ങളായിട്ട് കൊടുക്കുന്ന വലിയ ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് ബഹുമാനപ്പെട്ട രവീന്ദ്രൻ. വളരെ സുദീർഘമായ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന റോസ്ലി 5 മുതൽ സ്പെഷ്യൽ സ്കൂൾ അസോസിയേഷന്റെ സേവനം ചെയ്യുന്നു. 2007 ബെസ്റ്റ് സ്പെഷ്യൽ ടീച്ചർ അവാർഡ്, 2005 ബെസ്റ്റ് സോഷ്യൽ വർക്കർ മുതൽ ആലപ്പുഴ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ടീച്ചർ കുട്ടികളുടെ വിവിധ മനസ്സിലായിട്ട് ഒരു അമ്മയുടെ സ്നേഹത്തോടെ കുട്ടികളുടെ വൊക്കേഷണൽ ട്രെയിനിങ്ങിലും കായിക പരിശീലനത്തിലും ഒക്കെ ശ്രദ്ധിച്ച് പ്രവർത്തിക്കുന്ന അവയെ വികസിപ്പിച്ച് സ്വയം പര്യാപ്തതയിലെത്തിക്കാൻ സൃഷ്ടിക്കുന്ന അതുപോലെ തന്നെ വൊക്കേഷണൽ വിഭാഗത്തിൻ്റെയും ട്രെയിനേഴ്സിംഗ് കോഴ്സ് പൂർത്തിയാക്കുകയും തുടർന്ന് സ്കൂളിലെത്തുകയും ഈ നീണ്ട 25 വർഷക്കാലം ഈ കുട്ടികൾ ആദരിക്കുന്നു. അവാർഡുകൾ നേടിയ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. അടുത്തതായിട്ട് ഡോക്ടർ സീനിയർ സേവാഗ്രാം സ്പെഷ്യൽ സ്കൂൾ വെട്ടിമുകൾ. പ്രസംഗ മത്സരം ജൂനിയർ അമൽ സ്വാമി കലോത്സവത്തിന്റെയും അവാർഡ് ജേതാക്കളെ ആദരിക്കുന്ന സമാപന ഘട്ടത്തിലാണ് നാം ആയിരിക്കുക. മനുഷ്യന് സംഭവിക്കുന്ന വിവിധ വൈകല്യങ്ങളിൽ ഏറ്റവും നിസ്സഹായ അവസ്ഥയുള്ളതും പരിഗണന അർഹിക്കുന്നതുമായ ഒരു വിഭാഗമാണ് ബുദ്ധിവൈകല്യം സംഭവിച്ചവർ. എന്നാൽ ഇതിനെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് പ്രകടനങ്ങളായിരുന്നു ഈ ദിവസങ്ങളിൽ നാം കണ്ടുകൊണ്ടിരുന്നത്. ചൂട് തെറ്റാതെയും താളം തെറ്റാതെയുമുള്ള ഇവരുടെ കഴിവുകൾ
ആരെയും അതിശയിപ്പിക്കുന്ന നിരന്തരമായ പരിശീലനത്തിന് എല്ലാം ചെയ്യാൻ സാധിക്കുമെന്നുള്ള തെളിവായിരുന്നു 3 ദിവസങ്ങളായി 6 സ്റ്റേജുകളിലായി നടന്നിരുന്ന പരിപാടികൾ. ഇതിന് സഹായമായി നിന്ന വ്യക്തികളെ ഓർമ്മിക്കുവാനും നന്ദിയുടെ ഒരു വാക്ക് പ്രാർത്ഥനാപൂർവം അർപ്പിക്കുവാനുമാണ് ഞാനിവിടെ നിൽക്കുന്നത്. तव शुभ नामे जागे, तव शुभाशिष मागे, गाहे तव जय गाथा. जनगण मंगलदायक जय हे भारत भाग्य विधाता. जय हे जय हे जय हे जय जय जय